ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് കുറേ നാളായി നമ്മൾ ചെയ്തിട്ടിപ്പോൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ആര്യൻവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡഡിൻ്റെ സൺസ്ക്രീം ആൻഡ് മോയ്സ്ചറിങ് ക്രീമാണ് കേട്ടോ. അടിപൊളി ഒരു പ്രോഡക്റ്റാണ്. നമ്മൾ ലോങ് ആയിട്ടുള്ളൊരു ട്രാവലിനൊന്നും പറ്റിയതല്ല. നമുക്ക് പെട്ടെന്ന് പോയിട്ട് വരേണ്ടടുത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരെണ്ണമാണ്. നല്ലൊരു കവറേജ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ നമ്മുടെ ആർമി ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പം നല്ലൊരെണ്ണം ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ ബോട്ടിലാണ്. കാരണം ഞാൻ കൂടുതലും നമ്മളെ ചെറിയ ചെറിയ യാത്രകളൊക്കെ കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ അതിന് പറ്റിയ ഒരെണ്ണമാണിത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫിറ്റ്മിയുടെ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കുറച്ച് പ്രോഡക്ട്സ് വെച്ചിട്ട് തന്നെ ഒരുങ്ങുന്ന ഒരു ഇതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഞാൻ നമ്മുടെ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തു. ദെൻ ഞാനൊരു ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഹിമാലയയുടെ ചെറി പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ് ബാമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ ലിപ് ബാം ഇട്ട് ഒരു കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലിപ്സ്റ്റിക് ഇടുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ ലിപ്പ് നല്ല മോയ്സ്ചറിങ് ആയിട്ട് നല്ല ഷൈനിങ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ലിപ് ബാം ഇട്ടതിന് ശേഷം ഞാൻ കാജലിട്ടു. കളർ ബാറിൻ്റെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് തന്നെ ഒരു ബിന്ദി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഐലൈനറും പിന്നെ നമ്മുടെ ഐബ്രോസും ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു നമ്മുടെ കാജൽ വെച്ചിട്ട് തന്നെ നമുക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ പിന്നെ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഒരു ബിന്ദി മാത്രം ഇട്ട് കൊടുത്തത്. ദെൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്യൂട്ടി ഹുഡയുടെ ഒരു മിന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ എൻ്റെ ലിപ്പിൽ നല്ല, ഞാൻ ആദ്യം ലിപ് ബാം ഇട്ട് കഴിഞ്ഞ് പിന്നെ കാജലൊക്കെ ചെയ്തിട്ടല്ലേ ലിപ്സ്റ്റിക് ഇട്ടത്, കണ്ടില്ലേ? ഒരു നല്ലൊരു ഗ്ലേസിങ് പോലെ, ഒരു മോയ്സ്ചറിങ് പോലെ തന്നെ നമ്മുടെ ലിപ്പ് ഇരിക്കും. അതിനുശേഷം ആ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാനൊരു ഐഷാഡോ പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ ഇതൊന്നും ചെയ്യാറുള്ള ആളല്ല, ജസ്റ്റ് ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഐഷാഡോ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരുമാതിരി എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞു. സിമ്പിളായിട്ടുള്ളതല്ലേ, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ആര്യൻവേദയുടെ ആ പ്രോഡക്റ്റ് നമുക്ക് വെളിയിലൊക്കെ കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് നോക്കണം അത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ദെൻ എന്നത്തെയും പോലെ നമ്മൾ കോംബ് ചെയ്തിട്ട് ഹാഫ് പോർഷൻ എടുത്ത് ഹെയർ ക്ലിപ്പ് ചെയ്ത് കൊടുത്തു. ഇതാണ് ഞാൻ കൂടുതൽ ചെയ്യാറുള്ള ഹെയർ സ്റ്റൈൽ കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് പോണിറ്റെയിൽ ചെയ്ത് കൊടുക്കും. ഏകദേശം നമ്മുടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും കഴിഞ്ഞു. ഇനി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. ഈ ഒരു ഫ്ലെയറി ടൈപ്പ് മെറൂണിലെ കളറുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു ഫ്രോക്കാണ് ഇടുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഉടുപ്പാണ്. ഞാൻ എപ്പോഴും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇയറിങ് ഇടുകയാണ്. ഒരു വൈറ്റ് പേൾ ഇങ്ങനെ ഹാങ് ചെയ്ത് വരുന്ന ഒരു ഇയറിങ് ആണ് ഇത്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു സ്ട്രീറ്റ് പർച്ചേസിങ്ങിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ പറഞ്ഞായിരുന്നു കുറേ ഇയറിങ് വാങ്ങിയത്. ആ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു ഇയറിങ് കളക്ഷൻ്റെ വീഡിയോ ഇടാമെന്ന്. അത് ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒരുക്കമൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഈ ഒരു ഷൂ ആണ് ഇടുന്നത്. പിന്നെ അതുപോലെ ഈ ഫ്രോക്കിൻ്റെ അടിയിൽ ഞാനൊരു നീളന്ത് വരുന്ന ഒരു പാൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത്. ഇത് ശരിക്കും മോളുവിൻ്റെ, അതായത് കുഞ്ഞാളുടെ സ്കൂളിൽ പോവാണ്. ആളെ കൊണ്ടുവിട്ടിട്ട് ഫീസൊക്കെ അടയ്ക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകുന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ ഈ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.